EduWorld, Module 9, Social Perception. Today we are going to discuss another session, Attitudes, which includes subtopics, measurement, formation, attitudes and behavior, persuasion by communication, persuasion by our own actions, role-playing, cognitive dissonance theory, changing attitudes. First, attitudes. Manobhavangal. Attitudes are evaluative statements or judgments about people, objects or ideas. എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തികളെയോ വസ്തുക്കളെയോ ആശയങ്ങളെയോ കുറിച്ചുള്ള മൂല്യനിർണ്ണയ പ്രസ്താവനകളാണ്. വ്യക്തികളെയോ വസ്തുക്കളെയോ ആശയങ്ങളെയോ കുറിച്ചുള്ള മൂല്യനിർണ്ണയ പ്രസ്താവനകളോ വിധിന്യായങ്ങളോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. They play a crucial role in shaping our behavior and interaction. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനാണെങ്കിലും നമ്മുടെ ഇടപെടലുകളിലാണെങ്കിലും ഒരു വലിയ റോള് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്സിന് ഉള്ളത്. വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഫസ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ ആറ്റിറ്റ്യൂഡ്സിനെ എങ്ങനെയൊക്കെ അളക്കാം എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ അളക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സർവേസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ്. Common tools for measuring attitudes include Likert scales, which means yes or no questions. ഇതൊക്കെ ഓരോ ടൂൾസാണ്. നമ്മൾ സർവേ ക്വസ്റ്റ്യനൈസ് നടത്തുമ്പോഴത്തേക്ക് നമ്മൾ സർവേ നടത്തുമ്പോൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനൈസ് മെഷേഴ്സാണ് മെഷർമെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സിൽ ആദ്യം വരുന്നത്. ഇതിൽ കുറേ ടൂൾസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടൂളാണ് ലൈക്കേർട്ട് സ്കെയിൽസ്, വിച്ച് മീൻസ് yes or no ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള yes or no മാത്രം നമുക്ക് പറയാം. അത് വെച്ച് നമുക്കൊരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അളക്കാൻ പറ്റും. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ്. ഇവിടെ വരുന്നത് ഓപ്പോസിറ്റ് ഫ്രേസസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ റോങ്, ഇങ്ങനെയുള്ള വേർഡുകൾ വെച്ചിട്ട് ഫ്രേസസ് വെച്ചിട്ട് നമ്മളെ ക്വസ്റ്റ്യനർ നടത്തുന്ന രീതിക്കാണ് നമ്മൾ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ദാറ്റ് മീൻസ് ആ ക്വസ്റ്റ്യൻ റിസീവ് ചെയ്യുന്ന റെസിപ്പിയൻസിൻ്റെ ഫീലിങ്സ് ആണെങ്കിലും ബിലീഫ്സ് ആണെങ്കിലും അത് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു അസംഷൻ നമുക്ക് കിട്ടും. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ, അയാൾ ഒരു അറിവുള്ള വ്യക്തിയാണോ അതോ അയാൾ പറയുന്ന മുഴുവൻ പൊട്ടത്തരങ്ങളാണോ, ഇതൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്ന ഒരു രീതിയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്കതിനകത്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ സമൂഹത്തിൽ തുല്യത അർഹിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അർഹിക്കുന്നുണ്ടോ, ഡിസഗ്രി ആണോ എഗ്രി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും വിശ്വാസങ്ങളും നമുക്കതിനകത്ത് കാണാൻ പറ്റും. അതുവഴി നമുക്ക് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അളക്കാൻ പറ്റും. ചിലവരതിനെ ഒപ്പോസ് ചെയ്യും, ചിലരതിനെ അഡ്വക്കേറ്റ് ചെയ്ത് എഴുതാറുണ്ട്, സപ്പോർട്ട് ചെയ്ത് എഴുതാറുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അളക്കാൻ പറ്റുന്ന രീതിയാണ് മെഷർമെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഇത് ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. രണ്ടാമത്, ബിഹേവിയറൽ ഒബ്സർവേഷൻസ്. ഇത് മെഷർമെൻറ്റിൽ വരുന്നതാണ്. ബിഹേവിയറൽ ഒബ്സർവേഷൻസ്, അതായത് റിസർച്ചേഴ്സ് മേ ഓൾസോ ഒബ്സർവ് ബിഹേവിയേഴ്സ് ആസ് ഇൻഡയറക്റ്റ് മെഷേഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, അസസിങ് ഹൗ ഇൻഡിവിജ്വൽസ് ആക്ട് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. ഇവിടെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്യുകയാണ്. അയാളുടെ ബിഹേവിയറിലൂടെ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതായത് പല പല സിറ്റുവേഷൻസ് അയാൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ സിറ്റുവേഷൻസിലൊക്കെ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് അളക്കുന്നതിനാണ് ബിഹേവിയറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ മെഷർമെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ രണ്ട് രീതിയിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് സർവേസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ്, രണ്ടാമത് ബിഹേവിയറൽ ഒബ്സർവേഷൻസ്. ആറ്റിറ്റ്യൂഡ്സ്. നെക്സ്റ്റ് ആസ്പെക്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ വരുന്നതാണ് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആണ്. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അതൊരു ഒരു ഒബ്ജക്റ്റിനോടാവാം, ഒരു സിറ്റുവേഷനോടാവാം, ഒരു വ്യക്തിയോടാവാം. ഇതിനോടൊക്കെ എങ്ങനെയാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ഫോം ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ ലീഡിങ് ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യുവേഷൻസ് ബേസ്ഡ് ഓൺ ഔട്ട്കംസ്. നമുക്കിതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഫോർ എക്സാമ്പിൾ, suppose a person visits a new Italian restaurant and has an amazing dining experience. The food is delicious, the service is excellent, and the ambience is cozy. As a result, they develop a positive attitude towards the restaurant.
ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, ഫസ്റ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സർവീസൊക്കെയാണ് അവർ തരുന്നത് എങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തുമായിരിക്കും? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും. എന്നാൽ ഇതിന് എതിരായിട്ട് നമ്മൾ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഒരു നല്ല ഫുഡൊന്നും കിട്ടുന്നില്ല, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, അവിടെ ഹൈജീനിക് അല്ല ഫുഡ്, അവിടുത്തെ സർവീസ് നല്ലതല്ല എങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്തുമായിരിക്കും? നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. സോ ഡയറക്റ്റ് എക്സ്പീരിയൻസ് വഴി നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യപ്പെടാറുണ്ട്. അതാണ് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സിൽ വരുന്നത്. അതിൽ തന്നെ വരുന്നതാണ് സോഷ്യൽ ലേണിംഗ്. സോഷ്യൽ ലേണിംഗ് മീൻസ് ഒബ്സർവിങ് അതേഴ്സ്, എസ്പെഷ്യലി ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ക്യാൻ ഷേപ്പ് ആറ്റിറ്റ്യൂഡ്സ്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയാണ്. ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ആവാം. സെലിബ്രിറ്റീസിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ അവരുടെ കുറേ ആറ്റിറ്റ്യൂഡ്സ് നമ്മളിലേക്ക് ഫോം ചെയ്യുക. അതാണ് സോഷ്യൽ ലേണിംഗ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെലിബ്രിറ്റീസ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ വീടുകളിൽ നിന്നും തന്നെ നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ്സൊക്കെ ഒബ്സർവ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു കുട്ടി ആ കുട്ടിയുടെ പേരൻസിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ആ പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് പ്രൊട്ടക്ഷനിൽ അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഇഷ്യൂസിൽ, ഈ പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളിൽ ആ കുട്ടിയുടെ പേരൻറ്റിനുള്ളൊരു മനോഭാവം അത് ആ കുട്ടി ഒബ്സർവ് ചെയ്യുകയാണ്. നോക്കുമ്പോൾ പേരൻസ് ഫ്രീക്വൻ്റ്ലി വീട്ടിലിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് റീസൈക്ലിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ രീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം, പ്ലാസ്റ്റിക് ബാഗ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ ഡിസ്കസ് ചെയ്യുകയും അത് എൻവയോൺമെൻറ്റൽ കൺസർവേഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കുട്ടി സ്ഥിരം കാണുന്ന കാര്യം അതാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. അങ്ങനെ കാണുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ആവുന്നുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ആവുന്നുണ്ട് സോഷ്യൽ ലേണിംഗ് വഴി. ആ കുട്ടിക്ക് അപ്പോൾ എന്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും വരുന്നത്? അവരുടെ പേരൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ കുട്ടികൾ അങ്ങനെ പഠിക്കുകയാണ് അല്ലേ. വീട്ടിൽ നിന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യം പഠിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, ഫാമിലി ഈസ് ആ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ആദ്യത്തെ സ്കൂൾ. അപ്പം പേരൻസിനെ ഒബ്സർവ് ചെയ്ത് ആ കുട്ടി പഠിച്ചത് വഴി ആ കുട്ടിക്ക് കിട്ടുന്നത് എന്താണ്? എൻവയോൺമെൻറ്റിനോടുള്ളൊരു പ്രത്യേക സ്നേഹം. ആ കുട്ടി പിന്നെ ലൈഫിൽ ഒരിക്കലും എൻവയോൺമെൻറ്റ് ചീത്തയാക്കുന്ന ഒരു കാര്യങ്ങളും ആ കുട്ടി ചെയ്യില്ല. ആ കുട്ടിയിൽ നിന്ന് അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. അപ്പോൾ ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവാണ്. ഇത് നെഗറ്റീവായിട്ട് ഒരു കുട്ടിയെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ ലേണിംഗ് വഴി നെഗറ്റീവായിട്ടും വരാൻ പറ്റും. ഇപ്പോൾ നെഗറ്റീവായിട്ട് വരാമെന്നുള്ള അവരുടെ പേരൻസ് വീട്ടിൽ സ്ഥിരമായിട്ട് സംസാരിക്കുന്നത് എന്താ പറയുക, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ചുമ്മാ കാണിക്കുന്നതാണ്, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇത്ര ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ അടുത്ത വീട്ടിലേക്ക് തള്ളിയിടുക. ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവർക്ക് എൻവയോൺമെൻറ്റുമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റിയും കാണത്തില്ല. സോ ഇതാണ് സോഷ്യൽ ലേണിംഗ് വഴിയും ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സിൽ വരുന്നത് രണ്ട് രീതിയിലാണ്, ഡയറക്റ്റ് എക്സ്പീരിയൻസ് വഴിയും സോഷ്യൽ ലേണിംഗ് വഴിയും. ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സിൽ കാണുന്ന അടുത്തൊരു രീതിയാണ് കൊഗ്നിറ്റീവ് ഡിസോണൻസ്. കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് വെച്ചാൽ അതൊരു മെൻ്റൽ ഡിസ്കംഫേർട്ടാണ്. അതായത് ഒന്നിൽ കൂടുതൽ വിശ്വാസങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ ഒരു ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫോം ചെയ്യുന്ന ഒരു ഡിസ്കംഫേർട്ടിനെയാണ് കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ഒരു ഡിസ്കംഫേർട്ടാണത്. ഇപ്പോൾ അത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ കുറേ അധികം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് പുകവലിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ഒരു പുകവലിക്കാരിൽ എന്താ പറ്റും, ഇപ്പം സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് ആ പേഴ്സൺ അറിയാം. ഓക്കെ, അയാൾക്കത് അറിയാം. പക്ഷേ പുകവലി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ വ്യക്തിക്ക് അറിയാമെങ്കിലും അത് അവരുടെ പെരുമാറ്റം, അവരുടെ വിശ്വാസം, അതായത് അത് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടാക്കുന്നു. കാരണം സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് ആ ബോക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അന്തസ്സായിട്ട് അയാൾ മേടിക്കുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്, സ്മോക്കിങ് ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളൊരു ബിലീഫ് അയാളുടെ മനസ്സിലുണ്ട്. എന്നിട്ട് അയാളത് മേടിച്ച് സ്മോക്ക് ചെയ്യുവാണ്. അപ്പോൾ അവരുടെ ഒന്നിൽ കൂടുതലുള്ള വിശ്വാസങ്ങൾ, അതായത് പ്രശ്നമില്ല, എത്രയോ പേര് പുകവലിക്കുന്നുണ്ട്, എല്ലാവരും മരണപ്പെടുന്നില്ലല്ലോ, എത്രയോ പേര് പുകവലിക്കാതിരിക്കുന്നവരുണ്ട്, എന്നിട്ട് അവരൊക്കെ ലങ് ക്യാൻസർ വന്ന് മരിക്കുന്നില്ലേ. സോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ തമ്മിലുള്ളൊരു വൈരുദ്ധ്യമാണ് ഇവിടെ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ഇതുവഴിയും ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ പറ്റും. ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സിൽ വരുന്ന മൂന്നാമത്തെ ആസ്പെക്റ്റാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ. ഇവിടെ കൺസിസ്റ്റൻസിയാണ് ഒന്നാമത് പറയുന്നത്. കൺസിസ്റ്റൻസിയാണ്. വൈൽ ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ പ്രെഡിക്റ്റ് ബിഹേവിയർ, ദ റിലേഷൻഷിപ്പ് ഇസ് കോംപ്ലെക്സ്.
അതായത് മനോഭാവങ്ങൾക്ക് പെരുമാറ്റം പ്രവചിക്കാൻ കഴിയുമെങ്കിലും ഇവ തമ്മിലുള്ള ബന്ധം ഭയങ്കര കോംപ്ലെക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, social norms and personal motivations can influence whether attitude translate into action. ഇത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. സാഹചര്യ ഘടകങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ, വ്യക്തിപരമായ പ്രേരണകൾ എന്നിവ ആറ്റിറ്റ്യൂഡ്സ് പ്രവർത്തനത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് സ്വാധീനിക്കും. That means situational factors, social norms and personal motivations can influence, സ്വാധീനിക്കപ്പെടാം എങ്ങനെ, whether attitude translate into action. ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയറിൽ വരുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ. ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ഇൻറ്റൻഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആറ്റിറ്റ്യൂഡ്സ്, സബ്ജക്റ്റീവ് നോംസ് ആൻഡ് പെർസീവ്ഡ് ബിഹേവിയറൽ കൺട്രോൾ ഇസ് എ സ്ട്രോങ് പ്രഡിക്റ്റർ ഓഫ് ബിഹേവിയർ. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളെല്ലാം തന്നെ പെരുമാറ്റത്തിൻ്റെ ശക്തമായ പ്രവചനമാണെന്ന് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ആസ്പെക്റ്റാണ് പെർസ്വേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ മെയിനായിട്ട് 2 പോയിൻ്റാണ് വരുന്നത്. ഒന്ന് മെസ്സേജ് സ്ട്രക്ചറും, 2 ഇലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ അല്ലെങ്കിൽ ELM. ഇതിൽ മെസ്സേജ് സ്ട്രക്ചർ പറയുന്നത് എഫക്റ്റീവ് പെർസ്വേഷൻ ഓഫൺ റിലൈസ് ഓൺ ക്ലിയർ കമ്പലിംഗ് മെസ്സേജസ്. The source content and delivery style can significantly impact how an audience receives information. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് പറയുന്നത് മെസ്സേജ് സ്ട്രക്ചറാണ്, അതായത് പെർസ്വേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വഴി ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത്, അയാളെ പെർസീവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുകയാണ്. ആ മെസ്സേജ് സ്ട്രക്ചറാണ് ആദ്യം അതിൽ പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ദ ക്യാമ്പയിൻ ഫീച്ചേഴ്സ് ആസ് വെൽ റെസ്പെക്റ്റഡ് ഡോക്ടർ ഓർ എ സെലിബ്രിറ്റി നോൺ ഫോർ ദർ അഡ്വക്കസി അഗൈൻസ്റ്റ് സ്മോക്കിംഗ്, their credibility can enhance the message impact. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അത് എന്നെ പോലൊരു വ്യക്തി പറഞ്ഞാൽ എത്ര പേരത് കേൾക്കും? പക്ഷേ അതൊരു സെലിബ്രിറ്റിയാണ് പറയുന്നതെങ്കിൽ ലോകത്തുള്ള മുഴുവൻ പേര് കേട്ടില്ലെങ്കിലും ഒരു 10% ആൾക്കാരെങ്കിലും ഒരുപക്ഷെ അത് ശ്രദ്ധിക്കും, ആ പറയുന്ന ആളിൻ്റെ ആ ക്രെഡിബിലിറ്റി കൊണ്ട്. ഇപ്പോൾ വളരെ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൻ്റെ ഡോറ് എപ്പോഴും ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതുപോലെയുള്ള സോഷ്യൽ കോസിനുള്ള കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ടി വിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ജയസൂര്യ അല്ലെങ്കിൽ മോഹൻലാൽ പോലെയുള്ള വ്യക്തികളൊക്കെ, മോഹൻലാൽ എപ്പോഴും വന്ന് പറയാറുണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ എപ്പോഴും അടയ്ക്കാനും തുറക്കാനും പാടില്ല, അത് വൈദ്യുതി ചാർജ് കൂട്ടാൻ കാരണമാകും എന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ടി വിയിൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇതൊക്കെ ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. പെർസ്വേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ്റെ മെസ്സേജ് സ്ട്രക്ചറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇത്. പറയുന്ന ആളിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ആ മെസ്സേജ് വഴി ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ. ദിസ് മോഡൽ പൊസസ് 2 roads to persuasion. ഒരാളെ നമ്മൾ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാനായിട്ട് 2 വഴികളാണ് ഇതിലുള്ളത്. ഒന്ന് സെൻട്രൽ റൂട്ടാണ്, അതായത് നമ്മൾ അയാളെ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് വഴി ഫോക്കസ് ചെയ്യുക, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് സംസാരിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര നോളജബിൾ ഉള്ളൊരു പേഴ്സണെ പോലെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവർ നമ്മളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതുപോലെ വേറൊരു റൂട്ടാണ് പെരിഫറൽ റൂട്ട്. പെരിഫറൽ റൂട്ട് എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ അട്രാക്ട്നെസ് ആണ്. നമ്മളുടെ ബോഡി ലാംഗ്വേജസ്, നമ്മളെ അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാനായിട്ട് പെർസീവ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സെലിബ്രിറ്റിയായ പത്മശ്രീ മമ്മൂട്ടിയുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അത് ഒരുപാട് പേര്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, സംസാരിക്കുന്ന രീതികൾ, അമിതമായിട്ടുള്ള ആരാധന മൂലം അവരുടെ ക്യൂസ് അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ അവർ തരുന്ന സൂചനകൾ നമ്മുടെ ഉള്ളിൽ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാനായിട്ട് കാരണമാകാറുണ്ട്. അടുത്തൊരു ആസ്പെക്റ്റാണ് പെർസ്വേഷൻ ബൈ അവർ ഓൺ ആക്ഷൻസ്. നമ്മുടെ തന്നെ ആക്ഷൻസ് വഴി നമ്മൾ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്നുള്ള രീതിയിലാണ് ഇതൊരു സ്പെഷ്യൽ തിയറി ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കോഗ്നിറ്റീവ് ലെവലിൽ ഒരു ഡിസ്കംഫർട്ട്, ഒന്നിൽ കൂടുതൽ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അതൊരു തിയറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് when people act in way inconsistent with their attitudes, they experience discomfort, leading them to adjust their attitudes to align their behaviors. ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അവരുടെ പ്രവൃത്തി അവരുടെ വിശ്വാസത്തെ ഡിസ്കംഫർട്ട് ആക്കുന്നെങ്കിലും പിന്നീട് അവരെന്താ ചെയ്യുന്നത്,
അവരൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുകയാണ്. അത് അവരുടെ ബിഹേവിയറും അവരുടെ ചിന്തകളും എല്ലാമായിട്ട് ഒത്തുപോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർ ഫോം ചെയ്യുകയാണ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കുറേ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. അതായത് പരിസ്ഥിതി ബോധം കൂടുതലുള്ളൊരു വ്യക്തി, പരിസ്ഥിതി ബോധം കൂടുതലുണ്ട്, അതായത് നമുക്ക് എയർ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് വാദിക്കുന്ന ഒരാൾ ഒട്ടും എക്കോ ഫ്രണ്ട്ലി അല്ലാത്തൊരു വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, ഒരു ഡിസ്കംഫർട്ട്, അതായത് അയാൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, അയാൾ ചെയ്യുന്ന പ്രവൃത്തി വേറൊരു കാര്യം, അത് രണ്ടും കൂടെ അയാൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അയാൾക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനാണ് കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അതൊരു തിയറിയാണ്. അത് തുടക്കത്തിൽ ഒട്ടും കാർബൺ പാടുകൾ കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാധാന്യത്തിൽ അവർ വിശ്വസിച്ചേക്കാം. തുടക്കം എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനിൽ അവർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അവർ കാർ ഓടിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം അവരുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായതിനാൽ അവർക്ക് എന്തനുഭവപ്പെടുന്നു? ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാതെ വരുമ്പോൾ അവരുടെ ഒരു ബ്രെയിനിലുണ്ടാവുന്ന ഒരു ഡിസ്കംഫോർട്ടിനെയാണ് കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അതൊരു തിയറിയാണ് കേട്ടോ. അടുത്തത് സെൽഫ് പെർസെപ്ഷൻ തിയറിയാണ്. This theory suggests that individuals form attitudes by observing their own behavior and inferring their feelings from those actions. അവരുടെ പ്രവൃത്തി അവർ സ്വയം തന്നെ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ ആക്ഷൻസും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സും തമ്മിൽ അവർ തന്നെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. ഇതും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ സന്നദ്ധ പ്രവർത്തനം, ദാറ്റ് മീൻസ് വോളണ്ടിയർലി ഒരാൾ അവിടെ ജോലി ചെയ്യുകയാണ്, ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. അയാൾ എന്ത് ചെയ്യുകയാണ്? ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ അയാൾ മൃഗങ്ങളെ സംരക്ഷിക്കുകയാണ്. എന്നിരുന്നാലും അയാൾക്ക് അധികം ഇഷ്ടമൊന്നുമല്ല, മൃഗങ്ങളെ അയാൾക്ക് അധികം ഇഷ്ടമൊന്നുമല്ല, പക്ഷേ അയാൾ ആ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ മൃഗങ്ങളെ സഹായിക്കാനും ഭക്ഷണം നൽകാനും പരിപാലിക്കാനും അവർ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. അതായത് വോളണ്ടറിലി ആ സേവനം നടത്തുമ്പോഴും അവരെന്താ ചെയ്യുന്നത്? അവരുടെ പ്രതിബദ്ധതയും ആസ്വാദനവും നിരീക്ഷിക്കുമ്പോൾ അവർ മുമ്പ് വിചാരിച്ചതിലും കൂടുതൽ മൃഗങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് അവർ അനുമാനിക്കാൻ തുടങ്ങുന്നു. ആറ്റിറ്റ്യൂഡ് മാറുന്നത് കണ്ടോ? ആദ്യം മൃഗങ്ങളെ ഇഷ്ടമല്ല, എന്നാലും അവർ ആ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ മറ്റുള്ളവരുടെ നിർബന്ധമില്ലാതെ ജോലി ചെയ്യുന്നു. ആദ്യം മൃഗങ്ങളെ നോക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിനെ പരിപാലിക്കുന്നു. പതിയെ അത് മൃഗങ്ങളുമായിട്ട് അടുക്കുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക? ഇനിയും കൂടുതൽ മൃഗങ്ങളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ മൃഗങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഉള്ളിൽ തന്നെ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ്റെ ഒരു ആസ്പെക്റ്റാണ്. പെർസ്വേഷൻ ബൈ അവർ ഓൺ ആക്ഷനിൽ വരുന്ന ഒരു പോയിൻ്റാണ്. അടുത്തത് റോൾ പ്ലേയിങ്. ഇത് വേറൊരു ആസ്പെക്റ്റാണ്, റോൾ പ്ലേയിങ്ങിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കാരണം ഇതിന് എംപതി എന്ന് പറയുന്നൊരു ഫീലിംഗ് ആൾക്കാരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിമ്പതിയും എംപതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സിമ്പതി എന്ന് വെച്ചാൽ അനുകമ്പ തോന്നും. അപ്പം എനിക്ക് ഒരു പാവപ്പെട്ട ആളിനോട് സിമ്പതി തോന്നുക, അല്ലെങ്കിൽ കൈയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു വികലാംഗനായ വ്യക്തിയോട് എനിക്ക് സിമ്പതി തോന്നുക, എനിക്ക് അയാളോടൊരു അനുകമ്പ തോന്നി അയാളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് സിമ്പതി. എംപതി ആവുക എന്ന് പറഞ്ഞാൽ അയാൾ ഞാനായിരുന്നെങ്കിലെന്ന് സങ്കല്പിക്കുകയാണ്. നമ്മളിപ്പം ഒരു മൂവി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന മൂവിയിൽ നാഗവല്ലി ക്യാരക്ടർ അല്ലേ, നമ്മുടെ ആക്ട്രസ് ശോഭന ചെയ്ത ക്യാരക്ടർ, ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടർ നാഗവല്ലിയാണെന്ന് സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. അതിനെയാണ് എംപതി എന്ന് പറയുന്നത്. സോ സിമ്പതി ആൻഡ് എംപതി. ഇവിടെ റോൾ പ്ലേയിൽ എംപതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലും കോളേജസിലും ഒക്കെ എന്തെങ്കിലും പ്രോജക്ട്സും പ്രോഗ്രാംസും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ റോൾ പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടൊരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആക്ടിവിറ്റി ആയിട്ട് റോൾ പ്ലേ കൊടുക്കുന്നത്, അത് നമ്മുടെ ഉള്ളിലൊരു പ്രശ്നമായിട്ട് കുട്ടികൾ കാണുകയും അതിനെ കൂടുതൽ പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ റോൾ പ്ലേയും ഒരു ആറ്റിറ്റ്യൂഡ് ഫോർമേഷന് കാരണമാണ്. ഞാൻ കൊഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നും കൂടെ എടുക്കുന്നില്ല. അതൊരു തിയറി ആയിട്ടൊരു ചെറിയ നോട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചോളാം. ഞാൻ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത സെയിം റീസൺ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്, സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ടോപ്പിക്ക് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ആണ്. ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ഇതും ഒരു ആസ്പെക്റ്റാണ്.
ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയൊക്കെ ചേഞ്ച് ആവപ്പെടാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം തരുകയും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ്, അവബോധം നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പം വാഹനങ്ങൾ അമിതമായ സ്പീഡിൽ ഓടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പേരത് അനുസരിക്കും? ഇപ്പോഴത്തെ ടീനേജ് ഒന്നും ഒട്ടും അത് കേൾക്കില്ല. നമ്മളത് പറയുമ്പോൾ പറയും നമ്മുടെ കയ്യിലല്ല പ്രശ്നം, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനമാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നൽക ആർഗ്യുമെൻറ്റ്സ് അവർ തരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ, ട്രാഫിക് അവെയർനെസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ സാരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഇനി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്, അനുഭവത്തിലൂടെ പഠിക്കുക. അനുഭവങ്ങളിലൂടെ പഠിക്കുമ്പോഴും എന്ത് പറ്റും? ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവും. ഇതിനൊരു എക്സാമ്പിൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമുക്ക് കൊച്ചു കുട്ടികളിൽ പറയാൻ പറ്റുന്നത്, നമ്മൾ ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് കൊച്ചു കുട്ടികൾ ഫയറിൽ കളിക്കുമ്പോൾ അവരോട് നമ്മൾ ഫയറിൽ കളിക്കരുതെന്ന് എത്ര പറഞ്ഞാലും അവർ അത് ചെയ്യില്ല. അപ്പം അവരുടെ കയ്യിലത് ആ ഫയറിൽ വെച്ച് കഴിഞ്ഞ് കൈ പൊള്ളുമ്പോഴായിരിക്കും അവരത് മനസ്സിലാക്കുന്നത് അത് ഫയറാണെന്നും പറഞ്ഞ കാര്യം ശരിയാണെന്നും മനസ്സിലാക്കി അവർ ആറ്റിറ്റ്യൂഡിലൊരു ചേഞ്ച് വരും. ഇതിനെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നും പറയാറുണ്ട്. ഇതൊരു പേരൻറ്റിങ്ങിൻ്റെ ഒരു പോർഷനും ഒരു ഭാഗവും കൂടെയാണ്. കാരണം ചില കുട്ടികൾക്ക് നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊടുത്താലേ പ്രോപ്പർ വേയിൽ വരികയുള്ളൂ. അതൊരു പണിഷ്മെൻ്റ് അല്ല. ചില കുട്ടികൾ അങ്ങനെയാണ്, ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അവർ ബിലീവ് ചെയ്യുള്ളൂ, അവർ പഠിക്കുകയുള്ളൂ. അതിനാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സിൽ വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്സിൽ. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ ഞാൻ പറയുകയാണ്, ഡയറക്റ്റ് എക്സ്പീരിയൻസസ് വഴി അല്ലെങ്കിൽ കുറേ ചലഞ്ചസ് വഴി, ചില ടാസ്കുകൾ വഴി നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. എൻഗേജിങ് വിത്ത് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ക്യാൻ ഫോസ്റ്റർ ഓപ്പണൻസ് ആൻഡ് പ്രൊമോട്ട് ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്. കുറേ ട്രാവൽ ചെയ്താലൊക്കെ നമുക്ക് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പറ്റും. അതായത് പല ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ പ്രോബ്ലംസിൽ നമ്മൾ ഇടപെടുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുകയും അതുവഴി നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള മൈൻഡിന് വളരെ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പല കാര്യങ്ങളിൽ ഡയറക്റ്റ് ഇടപെട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക്. സോ സോഷ്യൽ ഇൻഫ്ലുവൻസും എന്തിന് കാരണമാകുന്നു? ആറ്റിറ്റ്യൂഡ് ഫോർമേഷന് കാരണമാകുന്നു. നെക്സ്റ്റ്, സോഷ്യൽ പെർസെപ്ഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മിൽഗ്രാംസ് റിസർച്ച്. ഇത് സ്റ്റാൻലി മിൽഗ്രാം എന്ന് പറയുന്ന പേഴ്സൻ്റെ ഒരു സ്റ്റഡിയാണ്. നിങ്ങളിത് സ്റ്റാൻലി മിൽഗ്രാംസ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് തന്നെയാണ് പഠിക്കുന്നത്. മിൽഗ്രാംസ് റിസർച്ചാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇൻ ഏർലി 1960s മിൽഗ്രാം എക്സ്പ്ലോർഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഒബീഡിയൻസ് ടു അതോറിറ്റി ആൻഡ് ദ സൈക്കോളജിക്കൽ മെക്കാനിസംസ് ബിഹൈൻഡ് ഇറ്റ്. ഇതിൽ ഈ സ്റ്റാൻലി മിൽഗ്രാം എന്ന് പറയുന്ന വ്യക്തി പഠനം നടത്തിയത് ഒബീഡിയൻസ് തിയറിക്കാണ്. അതായത് അനുസരണാശീലം, അതായത് അതോറിറ്റി, നമ്മൾ ഓവറായിട്ട് അതോറിറ്റീനെ ഭയക്കുക അല്ല അതോറിറ്റീനെ അനുസരിക്കുക, ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ മെക്കാനിസം എന്താണെന്നൊക്കെയുള്ളൊരു എക്സ്പെരിമെൻ്റാണ് സ്റ്റാൻലി മിൽഗ്രാംസ് എക്സ്പെരിമെൻറ്റ്സ്. അതിനെ നമ്മൾ മിൽഗ്രാം റിസർച്ച് എന്ന പേരിലാണ് പഠിക്കുന്നത്. ഈ സ്റ്റഡീസ് ആർ വൈഡ്ലി റിഗാർഡ് ആസ് പിവറ്റൽ, ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ സോഷ്യൽ സൈക്കോളജിയിൽ, റിവീലിംഗ് സ്റ്റാർട്ട്ലിംഗ് ഇൻസൈറ്റ്സ് ഇൻ ടു ഹ്യൂമൻ ബിഹേവിയർ. അതായത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ സാമൂഹിക മനഃശാസ്ത്രത്തിൽ സുപ്രധാനമായി കണക്കാക്കപ്പെടുന്നു. പിവറ്റലാണ്. ഇത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന ഉൾക്കാഴ്ച വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം മിൽഗ്രാംസിൻ്റെ റിസർച്ച്. അദ്ദേഹത്തിൻ്റെ കീ ഫൈൻഡിങ്സ് ആണ് ഹൈ ലെവൽസ് ഓഫ് ഒബീഡിയൻസ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ മെക്കാനിസംസ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഹൈ ലെവൽ ഓഫ് ഒബീഡിയൻസ്. ഇതിൽ കുറച്ച് പെർസെൻറ്റേജും വോൾസൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആരും കുറച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് പാർട്ടിസിപ്പൻസ് continue to administer shocks up to the maximum voltage despite hearing the learner's apparent distress. അതായത് അനുസരണയുടെ ഉയർന്ന തലങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ പഠിതാവിൻ്റെ പ്രകടമായ വിഷമം കേട്ടിട്ടും പങ്കെടുക്കുന്നവരിൽ ഒരു പ്രധാന ഭാഗം പരമാവധി വോൾട്ടേജ് വരെ ഷോക്കുകൾ നൽകുന്നത് തുടരുന്നു. ഷോക്കുകളെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷോക്കിംഗ് ട്രീറ്റ്മെൻ്റ് അല്ല, നമ്മൾ ആൾക്കാരെ ഒരു പേടിപ്പിച്ച് നിർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ. അതായത് കേൾക്കുന്ന ആൾക്ക്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അത് ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാലും നമ്മൾ അവരെ എന്ത് ചെയ്യുക, ഒരു പേടിപ്പിക്കുന്ന സ്വഭാവത്തിലൂടെ അനുസരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഹൈ ലെവൽ ഓഫ് ഒബീഡിയൻസ് ആണത്.
This demonstrated a surprising willingness to obey authority figures even when it conflicted the personal ethics. അതായത് എൻ്റെ എത്തിക്സ് പ്രകാരം അദ്ദേഹത്തിനെ അനുസരിക്കേണ്ട ഒരു കാര്യം എനിക്കില്ലെങ്കിലും എൻ്റെ ഉള്ളിലെ പേടി അല്ലെങ്കിൽ ആ അതോറിറ്റേറ്റീവ് ഫിഗറിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന പേടി എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഒബീഡിയൻ്റ് ആക്കി മാറ്റുവാണ്. അടുത്തതാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സോ മിൽഗ്രാംസ് റിസർച്ച് ഇൻഡിക്കേറ്റഡ് ദാറ്റ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഒബീഡിയൻസ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഭയം മാത്രമല്ല, ആ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ആ സിറ്റുവേഷനിൽ വരുന്ന ഘടകങ്ങളും ഒരു പരമാവധി വരെ നമ്മളെ അനുസരണയുള്ളവരാക്കി മാറ്റാൻ കാരണമാകുന്നു. വേരിയബിൾസ് സച്ച് ആസ് ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ അതോറിറ്റേറ്റീവ് ഫിഗർ, ലൊക്കേഷൻ ഓഫ് ദ സ്റ്റഡി, പ്രസൻസ് ഓഫ് ഡിസെൻഡിങ് പിയേഴ്സ്, അഫക്റ്റഡ് പാർട്ടിസിപ്പൻസ് വില്ലിങ്നെസ് ടു കംപ്ലൈ. എന്ന് വെച്ചാൽ നമ്മളെ അനുസരണാശീലമുള്ളവരാക്കി മാറ്റുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം? ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ്. നമ്മുടെ മുന്നിൽ ഒരു ഗൂണ്ടയാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കാണുമ്പോൾ അനുസരിക്കേണ്ട എന്നെ മനസ്സ് വിചാരിച്ചാൽ കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അനുസരണാശീലമുള്ളവരായിട്ട് മാറും. പിന്നെ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റഡി, നമ്മൾ ആ സ്ഥലം, നമ്മൾ എത്തിപ്പെടുന്ന ആ സ്ഥലം, അതും ഒരു പ്രധാന ഘടകമാണ്. ദെൻ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം നിൽക്കാതെ വരുമ്പോൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ, നമ്മൾ മാത്രമാണ് അവിടെ വിക്റ്റിമായിട്ട് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഒബീഡിയൻ്റ് ആയിട്ട് മാറുകയാണ്. ഇതാണ് മിൽഗ്രാംസിൻ്റെ റിസർച്ചിൽ പറയുന്ന സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഒബീഡിയൻറ്റിൻ്റെ ഒരു കാരണമാക്കി മാറ്റുന്നത്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ മെക്കാനിസംസ്. Participants experienced intense emotional conflict, revealing insights into cognitive dissonance. Many expressed discomfort and concern yet continue due to perceived obligation to the authority. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എത്തിക്സിനെതിരാണെങ്കിൽ കൂടിയും ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ അനുസരിച്ച് പോകുന്നത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് ഡിസോണൻസ്. ഞാൻ പറഞ്ഞു, ഒരു ബ്രെയിനിലുണ്ടാവുന്ന അല്ലെ കോഗ്നിറ്റീവ് ഡിസ്കംഫോർട്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒന്നിൽ കൂടുതൽ വിശ്വാസങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസ്കംഫോർട്ടാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ഇവിടെ അത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനുസരിക്കാൻ തീരെ താല്പര്യമില്ല, ഞാൻ ഭയങ്കര ഡിസ്കംഫോർട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൺസേണൊക്കെ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടുകൂടി എനിക്ക് അമിതമായ കടപ്പാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പേരൻസോ അയാളുടെ മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ, എൻ്റെ ഫാമിലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുള്ള എൻ്റെ ഒരു നമ്മൾ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിൽ കാണുമല്ലോ. സോ ആ ഒരു കടപ്പാട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്താൽ കൂടിയും ഞാൻ ചിലപ്പോൾ ഒബീഡിയൻ്റ് ആയിട്ട് മാറും. അതാണ് സൈക്കോളജിക്കൽ മെക്കാനിസംസ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രോ സോഷ്യൽ ബിഹേവിയർ, ആൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി. ആൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അത് പരോപകാരിയായ വ്യക്തിത്വം, അതാണ് അതിൻ്റെ മീനിങ്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രോ സോഷ്യൽ ബിഹേവിയർ. സോ വാട്ട് യു മീൻ ബൈ പ്രോ സോഷ്യൽ ബിഹേവിയർ? Pro-social behavior refers to voluntary actions intended to benefit others or society as a whole. അതായത് ആരുടെ നിർബന്ധത്തിന്, കമ്പൽഷൻ ഇല്ലാതെ വോളണ്ടറിലി നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഓർ സൊസൈറ്റി ആസ് എ ഹോൾ, ഒരു സമൂഹത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരുടെയും കമ്പൽഷൻ ഇല്ലാതെ നമ്മൾ വോളണ്ടറിലി ഒരു നന്മ ചെയ്യുന്നതിനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ദീസ് ആക്ഷൻസ് ക്യാൻ ഇൻക്ലൂഡ് ഹെൽപ്പിംഗ്, ഷെയറിംഗ്, ഡൊണേറ്റിംഗ്, വോളണ്ടറിങ് ആൻഡ് കോഓപ്പറേറ്റിംഗ്. ഇത് ഹെൽപ്പിംഗ്, ഒരാളെ സഹായിക്കുന്നത്, ഫുഡ് ഷെയർ ചെയ്യുന്നത്, മണി ഡൊണേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഒരു ചാരിറ്റി വർക്ക് വോളണ്ടിയർ ചെയ്യുന്നത്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. പ്രോ സോഷ്യൽ ബിഹേവിയർ ഇസ് ക്രൂഷ്യൽ ഫോർ സോഷ്യൽ കൊഹഷൻ ആൻഡ് കമ്മ്യൂണിറ്റി വെൽനെസ്, കമ്മ്യൂണിറ്റി വെൽബീയിങ്. ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഇതെല്ലാ ഇൻഡിവിജ്വലിലും ഉണ്ടായിരിക്കേണ്ടതുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ചാരിറ്റി വർക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ്. അതിനെയാണ് നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ആരുടെയും കമ്പൽഷൻ ഇല്ലാതെ വോളണ്ടറിലി ചെയ്യേണ്ട ഒരു ആക്ഷനാണ് ഇത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രോ സോഷ്യൽ ബിഹേവിയർ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ നോംസ്. കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് ക്യാൻ എൻകറേജ് ഹെൽപ്പിംഗ് ബിഹേവിയർ. എക്സാമ്പിൾ, ദ നോം ഓഫ് റെസിപ്രോസിറ്റി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സാംസ്കാരിക പ്രതീക്ഷകൾക്ക് സഹായ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും.
കൾച്ചറൽ എക്സ്പെക്റ്റേഷന് എന്ത് എൻകറേജ് ചെയ്യാൻ പറ്റും? ഹെൽപ്പിംഗ് ബിഹേവിയറിനെ, അല്ലേ? നമ്മുടെ സഹായിക്കാനുള്ള ഒരു മനസ്സിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൾച്ചറൽ എക്സ്പെക്റ്റേഷന് കഴിയും. ഒരു പരസ്പര ബന്ധത്തിൻ്റെ മാനദണ്ഡമാണിത് എക്സാമ്പിൾ പറയുന്നത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ വരുന്നത്. അതായത് സൊസൈറ്റി നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി വരും. ഇവിടെ ഉദാഹരണം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഡൽഹി നിർഭയ കേസ് എല്ലാവരും കേട്ട് കാണും. അതിൽ ശിക്ഷിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ, ഇതിൻ്റെ ഡീറ്റെയിൽ മാമിന് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അയാളെ കുറ്റം ആരോപിതനായിട്ട് കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം, സമൂഹത്തിനോട് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കാണിക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ ദ്രോഹിച്ചത്, നിങ്ങളുടെ പ്രായം വളരെ ചെറുതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, ഈ സമൂഹം എനിക്കായിട്ടൊന്നും നൽകിയില്ല, ഞാൻ പട്ടിണി കിടന്നപ്പോൾ സമൂഹം എൻ്റെ വിശപ്പ് മാറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കാതിരുന്നപ്പോൾ അവർ എഡ്യൂക്കേഷൻ എനിക്ക് തന്നില്ല, സോ ഞാൻ എന്തിന് സമൂഹത്തിനോട് നന്മ കാണിക്കണമെന്നാണ്. അപ്പോൾ ആ വ്യക്തിയുടെ അത് എത്രത്തോളം റൈറ്റ് ആണെന്ന് എനിക്കറിയില്ല, ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇറ്റ്സ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പരസ്പര മാനദണ്ഡമാണല്ലേ. സമൂഹം നല്ലതുപോലെ ഒരു കൾച്ചറൽ എക്സ്പെക്റ്റേഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ വ്യക്തികളിലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടും. നെക്സ്റ്റ് എംപതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിന് ആവശ്യം എംപതിയാണ്. അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ, കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നാളെ ഇത് എനിക്കും സംഭവിച്ചേക്കാം എന്നുള്ളൊരു എംപത്തറ്റിക് ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സോഷ്യൽ ബിഹേവിയറിൽ, പ്രോ സോഷ്യൽ ബിഹേവിയറിൽ നമുക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റുള്ളൂ. ദെൻ മൂഡാണ് അടുത്ത ഒരു ഫാക്ടർ. നല്ല മൂഡുള്ള മനുഷ്യർക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും നല്ലൊരു ഗുഡ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോഡലിംഗ്, ഒബ്സർവിങ് അതേഴ്സ്, എൻഗേജിങ് ഇൻ പ്രോ സോഷ്യൽ ബിഹേവിയർ ക്യാൻ ഇൻസ്പയർ സിമിലർ ആക്ഷൻസ്. അതായത് ഇവിടെ പറയുന്നത് നന്മകൾ ചെയ്യുന്ന ആൾക്കാരെ ഒബ്സർവ് ചെയ്യുകയും പ്രോ സോഷ്യൽ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇനിയും കൂടുതൽ ആൾക്കാരെ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇൻസ്പയർഡ് ആക്കാനായിട്ട് പറ്റും, ഒരു റോൾ മോഡലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സാണ്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു നന്മ ചെയ്യുന്നത് വേറൊരാൾ കാണുകയും ഒരു കാഴ്ചക്കാരനുണ്ടാവുകയും ആ കാഴ്ചക്കാരനുള്ളിൽ ഇതുപോലൊരു നന്മ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഓൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ പരോപകാരിയായ വ്യക്തിത്വം, മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി. Altruistic personality refers to a set of traits that predispose individuals to engage in selfless helping behaviors without expecting anything in return. People with altruistic personalities often demonstrate a strong concern for the welfare of others. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ച് ഒരു റിട്ടേണും പ്രതീക്ഷിക്കാതെ ഹോൾ ഹാർട്ടഡായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിന്, അല്ലെ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഓൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. ചില ഇൻഡിവിജ്വൽസിന് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലേ, സെൽഫ്ലെസ് ആയിരിക്കും, അവർ സെൽഫിഷ് അല്ല, അവരൊരിക്കലും സെൽഫിഷ് അല്ല, അവർ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ആഗ്രഹിക്കില്ല. പകരം അവരുടെ കയ്യിലിരിക്കുന്ന എല്ലാം തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാനുള്ളൊരു മനസ്സുള്ള വ്യക്തികളായിരിക്കും. അവരെയാണ് ഓൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റീസ് നമ്മൾ വിളിക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി. ഇങ്ങനെ ഓൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരു വ്യക്തിയിൽ ഉണ്ടാവണമെങ്കിൽ ഈ താഴെ പറയുന്ന 3 ഫാക്ടേഴ്സ് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 1 ഏർലി എക്സ്പീരിയൻസസ്, 2 കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, 3 സോഷ്യലൈസേഷൻ. ഏർലി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് അപ്ബ്രിങ്ങിങ്ങിൽ കിട്ടുന്നതാണ്. അയാളുടെ കുട്ടിക്കാലത്ത് അയാൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാണാനും, അല്ലെങ്കിൽ പല നന്മകൾ, നേരത്തെ പറഞ്ഞ പോലെ പേരൻറ്റിങ് നല്ലൊരു എലമെൻ്റാണ് ഇതിനകത്ത്. രക്ഷകർത്താക്കൾ നല്ല കാര്യങ്ങൾ, നല്ല നന്മകൾ ചെയ്യുന്നത്, ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ നിന്ന് കിട്ടുന്ന നല്ല എഡ്യൂക്കേഷൻസും, അയാളുടെ കുട്ടിക്കാലത്ത് അയാൾ കണ്ടു പഠിച്ച് വന്ന നല്ല കാര്യങ്ങൾ, സെൽഫ്ലെസ് ആയിട്ടുള്ള നന്മകൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടു വളർന്ന അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, നേരത്തെ ഞാൻ പറഞ്ഞ നിർഭയ കേസ് പോലെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വാല്യൂസും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. നമ്മളെ ഒരു ഹെൽപ്പിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കിടന്ന് വളരുന്ന ഒരാൾക്ക് ഒരു ആൾട്രുയിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവാനുള്ള 100% ചാൻസസും ഉണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റിൽ വളരുന്ന ഒരാൾ ഒരിക്കലും എംപത്തറ്റിക്കോ സെൽഫ്ലെസ്സോ ആയിരിക്കില്ല. സോ കൾച്ചറൽ ഫാക്ടേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് 1 സോഷ്യലൈസേഷനാണ്.
സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റോൾ മോഡലായിട്ടുള്ള വ്യക്തികളെ എക്സ്പോഷർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കാറുണ്ട് മദർ തെരേസയുടെ ലൈഫ് സ്റ്റോറീസ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജിയുടെ ലൈഫ് സ്റ്റോറീസ്. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ ഈ കുഞ്ഞു ക്ലാസ്സിലെ ബുക്കുകളിൽ ഒതുക്കാതെ നമ്മളത് എക്സ്പോഷർ കൊടുക്കുക. ഈ മൺമറഞ്ഞു പോയ വ്യക്തിത്വങ്ങളല്ലാണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഒരു ഫെയിമിന് വേണ്ടിയിട്ട്, നേരത്തെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചാരിറ്റി വർക്കല്ല. അതല്ലാണ്ട് നല്ല നന്മകൾ ചെയ്യുന്ന കുറേ വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ടല്ലേ, നമ്മുടെ ലൈഫിൽ, നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പേരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എക്സ്പോഷർ കൊടുക്കുക, അവരെ സോഷ്യലൈസ് ചെയ്യുക, അതുവഴി മറ്റുള്ള വ്യക്തികൾ അവരെ കണ്ടുപഠിക്കുക, അതുപോലെ ചെയ്യണമെന്ന് തോന്നുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആൾട്രൂയിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ഇസ് അഗ്രഷൻ, ആക്രമണ മനോഭാവം. ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ചെറിയ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു സ്വഭാവ രൂപീകരണമാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. അഗ്രഷൻ ഇസ് എ കോംപ്ലെക്സ് ബിഹേവിയർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻറ്റൻഷൻ ടു ഹാം ഓർ ടു ഇൻറ്റിമിഡേറ്റ് അനദർ ഇൻഡിവിജ്വൽ. മറ്റൊരു വ്യക്തിയെ നമ്മൾ ഉപദ്രവിക്കുക, ഹേർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ബിഹേവിയർ ക്യാരക്ടറൈസേഷനാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ഫോംസ്. പല രീതിയിൽ അഗ്രഷൻ വരാറുണ്ട്. ഫിസിക്കൽ വയലൻസ് ആവാം, നമ്മൾ കയ്യേറ്റം ചെയ്യുക എന്ന് പറയത്തില്ലേ, ഫിസിക്കൽ വയലൻസ് ആവാം, വെർബൽ അബ്യൂസ് ആവാം, തെറി വിളിക്കുക. റിലേഷണൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള വ്യക്തിയെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കത്തില്ലേ, അതിനെയാണ് റിലേഷണൽ അഗ്രഷൻ എന്ന് പറയുക. അത് വെർബൽ അബ്യൂസിൻ്റെ മറ്റൊരു രൂപമാണ്. So understanding aggression involves exploring its types, causes and consequences. ഇവിടെ ജെൻഡർ ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് അടുത്ത ടോപ്പിക്ക് പറയുന്നത്. സോ അഗ്രഷൻ നമുക്ക് ജെൻഡർ ഡിഫറൻസസിലും, നമുക്ക് ജെൻഡറിൽ മീൻസ് മെയിൽ ആൻഡ് ഫീമെയിലിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ, നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽ യുണീക്കാണ് അല്ലേ. അപ്പോൾ സോ ഈ അഗ്രഷൻ ലെവലും ഇറ്റ്സ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽസ് ടു ഇൻഡിവിജ്വൽസ്. ഇവിടെ ജെൻഡർ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ജെൻഡർ ഡിഫറൻസസ് പറയുന്നത്, റിസർച്ച് ജനറലി ഫൈൻഡ്സ് ദാറ്റ് മെൻ എക്സിബിറ്റ്സ് ഹയർ ലെവൽസ് ഓഫ് ഫിസിക്കൽ അഗ്രഷൻ ദാൻ വിമൻ, often attributed to socialization and biological factors. Women may engage in relational aggression, example social exclusion or gossip, more than men. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇവിടെ പറയുന്നത് ജെൻഡർ ഡിഫറൻസിൽ ഇത് 100% നമുക്ക് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ. അപ്പം മെന്നിനാണ് കൂടുതൽ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ചും സോഷ്യലൈസേഷൻ ഫാക്ടറൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഷൻ ലെവൽ അങ്ങ് പീക്കിലെത്തി കാണപ്പെടുന്നത് എപ്പോഴും മെന്നിലാണ്. ഫീമെയിലിൽ അത്രയില്ല, എന്നാലും ആഗ്രഷൻ ലെവൽ കൂടിയ ഫീമെയിൽസും ഉണ്ട്. പക്ഷേ മെജോറിറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ആണുങ്ങളിലാണ് കൂടുതലായിട്ട് ഈ ഒരു അഗ്രഷൻ ലെവൽ കാണപ്പെടുന്നത്. അവിടെയാണ് ഈ ഫിസിക്കൽ അഗ്രഷൻ വരുന്നത്. അതാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ സ്ത്രീകൾ അത്രയും ഫിസിക്കൽ വയലൻസിനേക്കാളും കൂടുതൽ ആണുങ്ങൾക്കാണ് കൂടുതൽ ഫിസിക്കൽ വയലൻസ് കാണപ്പെടുന്നത്. ഇവിടെ വിമൻ മേ എൻഗേജ് ഇൻ റിലേഷണൽ അഗ്രഷൻ, നേരത്തെ പറഞ്ഞതുപോലെ അധികം ആരെയും ഫിസിക്കലി ഹേർട്ട് ചെയ്യാതെ പരദൂഷണം പറയുക, ദുഷിപ്പ് പറയുക, ഇങ്ങനെയുള്ള അഗ്രഷനുകളൊക്കെ കാണുന്നത് കൂടുതലും സ്ത്രീകളിലാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം റീസെൻ്റായിട്ട് മെയിലും ഒരുപാട് ഇത്തരം ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. സോ നമുക്ക് ജെൻഡർ ഡിഫറൻസസ് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും ബേസിക്കലി സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത് മെജോറിറ്റി ഫിസിക്കൽ അഗ്രഷൻ മെയിലിലും റിലേഷണൽ അഗ്രഷൻ വരുന്നത് ഫീമെയിലിലുമാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇത് പറയുന്നത് വ്യക്തിത്വ സവിശേഷതകൾ കൊണ്ടും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരാറുണ്ട് അഗ്രഷൻ ലെവലിൽ. ഇവിടെ കോസസ് ഓഫ് ഹ്യൂമൻ അഗ്രഷൻ ആണ് ഇനി പറയുന്നത്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ജനറ്റിക്സ് ഉണ്ടാവാം, ബ്രെയിൻ സ്ട്രക്ചർ ഉണ്ടാവാം, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം. ഇവിടെ ജനറ്റിക്സ് പറയുന്നതെന്ന് വെച്ചാൽ സം സ്റ്റഡീസ് സജസ്റ്റ് എ ഹെറിഡിറ്ററി കമ്പോണൻറ്റ് ടു അഗ്രസീവ് ബിഹേവിയർ. ബ്രെയിൻ സ്ട്രക്ചർ പറയുന്നത് ഏരിയാസ് സച്ച് ആസ് ദ അമിഗ്ഡാല ആർ ഇംപ്ലിക്കേറ്റഡ് ഇൻ ദ റെഗുലേഷൻ ഓഫ് അഗ്രഷൻ. ഹോർമോൺസ്
testosterone is often associated with increased aggression through the relationship is complex. ഇവിടെ പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ 3 സബ് ഫാക്ടറാണ് നിങ്ങൾ കണ്ടത്. ജെനറ്റിക്സ്, ബ്രെയിൻ സ്ട്രക്ചർ, ഹോർമോൺസ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഈ ഒരു അഗ്രഷൻ ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൽ കണ്ടുവരാറുണ്ട്. അതായത് അവരുടെ പേരൻസിൽ, അവരുടെ ഫാമിലിയിൽ, അവരുടെ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സ് കുറേ പേരിങ്ങനെ എന്താ പറയുക അഗ്രഷൻ ലെവൽ കൂടിയ ആൾക്കാരാണെങ്കിൽ വരുന്ന തലമുറകളിലും ആ അഗ്രഷൻ ലെവൽ കാണാറുണ്ട്. അതാണ് ആ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിഹേവിയറുകൾ കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ് അല്ലേ. അതിൽ അമിഗ്ഡാല എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് അഗ്രഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് റോള് വഹിക്കുന്ന ഒരു പാർട്ടാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താവും അഗ്രസീവായിട്ട് മാറും. ദെൻ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും അഗ്രഷൻ ലെവൽ കൂടാറുണ്ട്. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. നമ്മൾ ഫുട്ബോൾ മാച്ചൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ ഈവൻ നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൊളീഗ്സ് ആണെങ്കിൽ കൂടിയും ചില സ്പോർട്സ് ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര അഗ്രസീവായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുതലായിട്ട് കളി തുടങ്ങുമ്പോൾ മുതൽ കളി അവസാനിക്കുന്നത് വരെ ആ ഒരു അഗ്രഷൻ ലെവൽ അവരുടെ ഉള്ളിൽ കാണും. ബേസിക്കലി അവരങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ആ ഒരു സ്പോർട്സ് വരുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വരുമ്പോൾ അവർക്ക് എന്ത് പറ്റും, ഈ ഹോർമോണൽ ഇംബാലൻസ് വരും. അപ്പോൾ അവർ അഗ്രസീവായിട്ട് മാറും. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇവിടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് പറയുന്നുണ്ട്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് പ്രോസസ്സ് പറയുന്നത് നമുക്ക് അഗ്രസീവ് വരാനുള്ള കാരണം ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും, മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ആവാം അല്ലേ. നമ്മൾ സോഷ്യൽ ക്യൂസ്, ദാറ്റ് മീൻസ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചില സൂചനകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താവാറുണ്ട്, നമുക്ക് അഗ്രസീവ് റെസ്പോൺസ് വരാറുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളടുത്ത് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അയാൾ ചോദിക്കുന്ന ചോദ്യം നമുക്ക് മനസ്സിലായില്ല, നമ്മൾ തെറ്റായ രീതിയിലാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്തത് വ്യാഖ്യാനിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അഗ്രസീവായിട്ടായിരിക്കും. അയാൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ അയാൾ നേരായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും നമ്മളോട് ചോദിക്കുക, പക്ഷെ നമ്മളത് ബ്രെയിനിലേക്ക് എടുക്കുന്നത് തെറ്റായ രീതിയിലാണെങ്കിൽ നമ്മുടെ ഉത്തരവും എന്ത് തന്നെ ആയിട്ട് വരും, ഭയങ്കര അഗ്രസീവ് റെസ്പോൺസായിട്ട് വരാറുണ്ട്. ചില ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. നമ്മളിതിനെ തർക്കുത്തരം പറയാമെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അഗ്രഷനിൽ തർക്കുത്തരമല്ല, തർക്കുത്തരം പറയുന്നതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്, അതിൻ്റെ ഭയങ്കര വേറെ രീതിയിലുള്ളൊരു മറുപടി ആയിരിക്കും പറയുന്നത്. അതിൻ്റെ കൂടിയ ലെവലാണ് ഞാനിപ്പോൾ പറഞ്ഞത്, കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടർ വിച്ച് ഇൻ്റർപ്രറ്റ്സ് വാട്ട് ദ അഗ്രഷൻ ലെവൽ. ഇനി പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് അല്ലേ, വ്യക്തിത്വങ്ങൾ. അതായത് ഇമ്പൾസീവ് നേച്ചർ, ഭയങ്കര അതായത് ടോളറൻസ് ഒട്ടും ഇല്ലാത്ത, സഹിഷ്ണുത ഒട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ടോളറേറ്റ് ചെയ്യാനേ അറിയാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ അഗ്രഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം സഹിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി, വേദന, ഇപ്പം അയാളുടെ ദേഹം ഒന്ന് നമ്മൾ കൂടെ പഠിക്കുന്നവരിൽ ചെറുതായിട്ടൊന്ന് അവരെ ഒന്ന് അടിക്കുകയോ കളിച്ചുകൊണ്ട് അടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുവാണെങ്കിൽ എന്തുവാ, അവർക്ക് ആ പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് എന്താവുന്നത്, അഗ്രസീവ് ആവുന്നത്. സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് സോഷ്യൽ ലേണിംഗ്, ഒബ്സർവേഷണൽ ലേണിംഗ് ഫ്രം അഗ്രസീവ് റോൾ മോഡൽസ്. പേരൻ്റ് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്ന ഒരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒബ്സർവ് ചെയ്യുന്ന ഇൻഡിവിജ്വലിലും എന്തുണ്ടാവും, ആ ഒരു അഗ്രസീവ് ബിഹേവിയർ വരും. ദെൻ ഫ്രസ്ട്രേഷൻ ആൻഡ് സ്ട്രെസ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും സ്ട്രെസ്ഡ് ആയിട്ടും ഇരിക്കുന്ന ഒരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യുന്ന ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അഗ്രസീവായിട്ട് മാറും. നേരത്തെ പറഞ്ഞ സോഷ്യൽ ലേണിങ്ങിൽ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്, സോഷ്യൽ ലേണിങ്ങിൽ നമ്മൾ പറഞ്ഞ ഒബ്സർവേഷണൽ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഒബ്സർവേഷണൽ ലേണിങ്ങിൽ ഇവിടെ പറയുന്നത് കുട്ടികളിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു അഗ്രസീവ് നേച്ചർ എന്ന് പറയുന്നത് ഈ ഗെയിംസ്, കുറേ വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് അല്ലേ. നമ്മൾ എന്താ പറയുക, ഒരുപാട് പേരെ കൊല്ലുന്നത്, ഈ സ്ക്വിഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്ലൂ വെയിൽ, സ്ക്വിഡ് ഗെയിം, ഇതുപോലുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ഇത് അഗ്രസീവ് ഗെയിംസാണ്, ആളുകളെ കൊല്ലുന്നത് വഴിയുള്ള എൻ്റർടൈൻമെൻറ്റ് കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള ഗെയിംസ് കാണുന്നത് വഴിയും കുട്ടികളിൽ അഗ്രഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്. ഇവിടെ ഒരു ഫ്രസ്ട്രേഷനും അഗ്രഷനും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. This hypothesis poses that aggression is a direct result of frustration. When individuals are blocked from achieving a goal, they may respond with aggression. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ അഗ്രഷനും ഫ്രസ്ട്രേഷനും തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അഗ്രഷൻ്റെ ഒരു ഡയറക്റ്റ് റിസൾട്ട് അല്ലെ ഫ്രസ്ട്രേഷൻ്റെ ഒരു ഡയറക്റ്റ് റിസൾട്ടാണ് അഗ്രഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ അയാൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെ അയാൾ സക്സസ്സിലേക്ക് എത്താറാവുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അഗ്രസീവായിട്ട്
ആയിട്ട് പെരുമാറും. സോ ഇതിനെയാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല. കാരണം വൈൽ ഫ്രസ്ട്രേഷൻ ക്യാൻ ലീഡ് ടു അഗ്രഷൻ, നോട്ട് ഓൾ ഫ്രസ്ട്രേറ്റഡ് ഇൻഡിവിജ്വൽസ് ബിക്കം അഗ്രസീവ്. ഫ്രസ്ട്രേഷൻ അഗ്രഷനിലേക്ക് കൊണ്ടുപോകുമെങ്കിലും എല്ലാ ഫ്രസ്ട്രേറ്റഡ് ഇൻഡിവിജ്വൽസും അഗ്രസീവ് ആവണമെന്നില്ല. ചില ഫ്രസ്ട്രേഷൻസ് സട്ടിലായിട്ട് കൊണ്ടു നടക്കാൻ ഇൻഡിവിജ്വൽസിന് കഴിയും. അതിനാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്, വ്യക്തിത്വങ്ങൾ. പല ഇൻഡിവിജ്വൽസും നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിക്ക് ഉടമസ്ഥരായതുകൊണ്ട് ചിലർ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അഗ്രസീവായിട്ട് കാണിക്കുന്നു, ചിലർ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ സൈലൻറ്റ് നേച്ചറിലേക്ക് മാറുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഇസ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് അഗ്രഷൻ. സോ അഗ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു നെഗറ്റീവ് വേർഡ് തന്നെയാണ്. സോ അതിന് നെഗറ്റീവ് എഫക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ അഗ്രഷൻ ക്യാൻ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഫാർ റീച്ചിങ് നെഗറ്റീവ് എഫക്ട്സ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. സോ ഇൻഡിവിജ്വൽസ് അഗ്രസീവ് ആകുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽസിൻ്റെ ഉള്ളിലും അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അതുവഴി സൊസൈറ്റിയിലും അത് നമുക്ക് വിസിബിൾ ആകാൻ ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പേഴ്സണൽ കോൺസിക്വൻസസ്. സോ അത് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഗ്രഷൻ ലെവൽ കൂടിയാൽ പേഴ്സണലി നമുക്ക് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും. ഫിസിക്കൽ ഹാം ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെങ്കിലും ലീഗൽ ഇഷ്യൂസും ഇതെല്ലാം പേഴ്സണൽ കോൺസിക്വൻസസിൽ ഉൾപ്പെടുന്നതാണ്. ഫിസിക്കൽ ഹാം. വിക്ടിംസ് ഓഫ് ഫിസിക്കൽ അഗ്രഷൻ മേ സഫർ ഇഞ്ചുറീസ്, ക്രോണിക് പെയിൻ ഓർ ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ്. അഗ്രസീവ് ലെവൽ കൂടുന്ന ആൾക്കാർ എന്താ ചെയ്യുക? അവർക്ക് തന്നെ ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്, ക്രോണിക് പെയിൻ ഉണ്ടാവാറുണ്ട്, ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. സോ അഗ്രസീവ് ബിഹേവിയർ ഇസ് ഓഫൺ ലിങ്ക് ടു ആൻസൈറ്റി, ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഫോർ ബോത്ത് വിക്ടിംസ് ആൻഡ് അഗ്രസർ. നമ്മൾ അഗ്രസീവ് നേച്ചർ ഒരാളോട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് കൊച്ചുകുട്ടികളോട് നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റൊക്കെ വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കണ്ടു നിൽക്കുന്ന വ്യക്തികളിലും അതുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വിക്ടിമിനും വരാം, അഗ്രസേഴ്സിനും വരാൻ ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. സോ അഗ്രഷൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഡാമേജ്ഡ് ആക്കും. അത് നമ്മളെ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും, നമ്മൾ വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതാക്കും. ലീഗൽ ഇഷ്യൂസാണ് അടുത്തത്. ലീഗൽ ഇഷ്യൂസ് മീൻസ് എല്ലാവർക്കും അറിയാം, അഗ്രഷൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ക്രിമിനൽ ഒഫൻസസ് ഒക്കെ ചെയ്യും. ക്രിമിനൽ ഒഫൻസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാം. ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്രിമിനൽ റെക്കോർഡ് ഉണ്ടാവും നമ്മളിൽ. സോ ഇതെല്ലാം പേഴ്സണൽ കോൺസിക്വൻസസ് ഓഫ് അഗ്രഷനാണ്. നെക്സ്റ്റ് പോയിന്റ് സോഷ്യൽ കോൺസിക്വൻസസ്. പേഴ്സണൽ കോൺസിക്വൻസസ് പറഞ്ഞതുപോലെ സോഷ്യൽ കോൺസിക്വൻസസും അഗ്രഷൻ ലെവൽ കൂടിയാൽ ഉണ്ടാവാറുണ്ട്. ഇൻക്രീസ്ഡ് വയലൻസ്. ഹൈ ലെവൽസ് ഓഫ് അഗ്രഷൻ ഇൻ കമ്മ്യൂണിറ്റീസ് ക്യാൻ ലീഡ് ടു സൈക്കിൾസ് ഓഫ് വയലൻസ് വെയർ റിറ്റാലിയേഷൻ. Increased violence. High levels of aggression in communities can lead to cycles of violence where റിറ്റാലിയേഷൻ പെർപിച്വേറ്റ്സ് ഫെർദർ അഗ്രഷൻ. ഇത് സോഷ്യൽ കോൺസിക്വൻസിന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അഗ്രഷൻ ലെവൽ കൂടുമ്പോൾ എന്താ പറയുക, ഇറ്റ് ലീഡ്സ് ടു സൈക്കിൾസ് ഓഫ് വയലൻസ്. അതായത് ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവിക്കപ്പെട്ട ആളുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നു, എന്നോടുള്ളൊരു വൈരാഗ്യം ഉണ്ടാവുന്നു. ഇതൊരു സൈക്കിൾ പോലെ അയാൾ തിരിച്ച് എന്നെ ഉപദ്രവിക്കുന്നു. ലൈക്ക് ഇതൊരു പ്രതികാരം ഇങ്ങനെ ഫെർദർമോർ അഗ്രഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫിയർ ആൻഡ് ആൻസൈറ്റി. Communities affected by aggression may experience heightened fear and anxiety, leading to decreased social cohesion and trust. അഗ്രഷൻ ലെവൽ കൂടിയ വ്യക്തികൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടാവാം, ഫിയർ ഉണ്ടാവാം, അതവർ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിപ്പെടാറുണ്ട്. പിന്നെ അവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് സൊസൈറ്റിയിൽ അവർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അവരെ ആൾക്കാർ എന്താ പറയുക, ഒരുപാട് അഗ്രസീവ് നേച്ചർ കാണിക്കുന്ന ആൾക്കാരെ സൊസൈറ്റിയിലെ ആൾക്കാർ അംഗീകരിക്കില്ല. സ്റ്റിഗ്മാറ്റിസൈസേഷൻ, മുദ്ര കുത്തപ്പെടുക. അതായത് ഒരുപാട് അഗ്രസീവായിട്ട് കാണിക്കുന്ന ആൾക്കാരെ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുക, ഏലിനേറ്റ് ചെയ്യുക. എക്കണോമിക് കോൺസിക്വൻസസ്. Health care cost, lost productivity, crime and policing. Increased aggression can lead to higher health care cost due to injuries and mental health treatment. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, അഗ്രഷൻ ലെവൽ കൂടിയാൽ ഹോസ്പിറ്റൽ ചാർജും കൂടും. Lost productivity. Aggression in workplace can result in absenteeism, decreased productivity and higher turnover rates. നിങ്ങൾ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയുണ്ട്, ഭയങ്കരമായിട്ട്
കലി എന്ന് പറയുന്നൊരു സിനിമ, അതിൽ കാണാം അയാൾക്ക് ഭയങ്കര അഗ്രസീവ് ലെവൽ ഭയങ്കര കൂടുതലാണ്. ഇതെല്ലാം ഹോർമോണൽ ഇൻബാലൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ വരും. സോ അയാൾക്ക് ഭയങ്കരമായ ദേഷ്യമാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ എന്താ പറ്റുന്നത്, ഹെൽത്തിനെ ബാധിക്കും, അയാളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും, അയാളുടെ വർക്ക് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഇതെല്ലാം ആ മൂവിയിൽ നന്നായിട്ട് കാണിക്കും. നന്നായിട്ട് അഗ്രഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് തന്നെ നന്നായിട്ട് പിക്ചറൈസ് ചെയ്തൊരു മൂവിയാണ് കലി. Crime and policing. So high aggression level can strain law enforcement resources and lead to increased spending, crime prevention and policing. വളരെ ചുരുക്കി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ നിന്നും ഇറങ്ങാനുള്ള സമയം നമുക്ക് കാണില്ല. നമ്മുടെ പണമെല്ലാം നമ്മൾ എവിടെ ചിലവഴിക്കേണ്ടി വരും, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. സോ അത് നമ്മുടെ എക്കണോമിക് കോൺസിക്വൻസ് ആണ്. ദെൻ ഇമ്പാക്റ്റ് ഓൺ കമ്മ്യൂണിറ്റീസ്. Aggressive behavior can disrupt social norms, leading to environment of fear, mistrust among community members. നമ്മൾ അഗ്രസീവ് ലെവൽ കൂടിയ ആൾക്കാർക്ക് കമ്മ്യൂണിറ്റിയിൽ വലിയ റോളൊന്നും കാണത്തില്ല. ബിക്കോസ് ദേ വോണ്ട് റെസ്പെക്റ്റ് അസ്. ബിക്കോസ് നമ്മുടെ അഗ്രസീവ് ബിഹേവിയർ അത്ര എന്താ പറയുക കൂടുതലായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ റെസ്പെക്റ്റ് വളരെയധികം കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഡിറ്റ്യൂറേഷൻ ഓഫ് പബ്ലിക് സ്പേസസ്. നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു ഭാഗമാണ്. ഏരിയാസ് വിത്ത് ഹൈ അഗ്രഷൻ മേ എക്സ്പീരിയൻസ് വാൻഡലിസം, നശിക്കപ്പെടുക. ഇൻക്രീസ്ഡ് ക്രൈം റേറ്റ്സ് ആൻഡ് ഡിക്ലൈൻ ഇൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആവാതിരിക്കുക എന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളെ കൂടെ കൂട്ടാതിരിക്കുക, അതാണ് ഈ പറയുന്നത്. പബ്ലിക് സ്പേസസിൽ നമ്മളെ കൂടെ കൂട്ടാതിരിക്കുക. ലോങ് ടേം കോൺസിക്വൻസസ്. ഇനി ഇത്രയും നേരം പറഞ്ഞത് ഷോർട്ട് ടേം ആണെങ്കിൽ ഇനി ലോങ് ടേം കോൺസിക്വൻസസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ മാത്രം ഇതൊന്നും ഒതുങ്ങിപ്പോവില്ല, ജനറേഷൻ വഴി ഇതിങ്ങനെ പാസ് ചെയ്യും. അതാ പറയുന്നത് ജനറേഷണൽ പാറ്റേൺസ്. നമുക്ക് ഒരുപാട് ദേഷ്യമുണ്ടെങ്കിൽ ചിൽഡ്രൻ എക്സ്പോസ് ടു അഗ്രസീവ് ബിഹേവിയർ മെ ലേൺ ആൻഡ് റിപ്ലിക്കേറ്റ് ദീസ് ബിഹേവിയേഴ്സ്, പെർപിച്വേറ്റിംഗ്, ശാശ്വതമാക്കുന്നു സൈക്കിൾസ് ഓഫ് വയലൻസ് അക്രോസ് ജനറേഷൻസ്. വീണ്ടും വീണ്ടും ഇതെന്ത് ചെയ്യും, ജനറേഷൻ വഴി ഈ ഒരു അഗ്രഷൻ ലെവൽ ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. Social instability. On a larger scale, high level of aggression in society can lead to social unrest, conflicts and even contribute to broader issues like war and terrorism. ഇത് ലോങ് ടേം കോൺസിക്വൻസ് ആണ്. അഗ്രഷൻ ലെവൽ കൂടിയ വ്യക്തികൾ സമൂഹത്തിൽ കൂടുകയെന്നുണ്ടെങ്കിൽ അത് എന്തിനൊക്കെ കാരണമാകാം, വാർ, ടെററിസം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് എന്താ പറയുക കാരണമാകും.